ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിപ്പം ഞാൻ കുറേ സോഡ കുപ്പി മൂടി പിന്നെ കുറച്ച് മിനറൽ വാട്ടറിൻ്റെ മൂടിയൊക്കെ ആയിട്ട് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചാണ് കുറച്ച് കാലമായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ സോഡ കുപ്പിയുടെ ഈ മൂടികളില്ലേ, ഇതുപോലത്തെ മൂടികൾ എടുത്തിട്ട് ആണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഉള്ളൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത്, ഇപ്പം നമ്മൾ സോഡ കുപ്പിയുടെ മൂടി അവൻ കാണിച്ചു. ഇനിയിപ്പം നമുക്ക് ഇതുപോലൊരു പലക, ഇത് ഞാനൊരു ഈ തേക്കിൻ്റെ മുറിച്ച് വെള്ള ഭാഗം മാത്രം മാറ്റിയിട്ട് വിറകിന് വേണ്ടി മേടിച്ച് കൊണ്ടുവന്നതിൽ വെച്ചുള്ള ഒരു പല കഷ്ണമാണ്. നമുക്ക് പ്ലൈവുഡിലും ചെയ്യാം. പ്ലൈവുഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലൈവുഡ് എടുത്തിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കാൻ എന്താ, ഇത് നമുക്കൊരു സ്ക്വയർ പീസ് നമ്മൾ ഇതിനകത്ത് കണ്ട പോലെ തന്നെ ആ ഒരു ഫ്രെയിം വർക്കിലേക്ക് നമുക്കിത് കൊണ്ടുവരണം. എന്നിട്ടാണ് നമുക്ക് ഇതിനകത്തേക്ക് സോഡ കുപ്പി വെച്ചിട്ട് അതേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ പലകയുടെ കഷ്ണം എടുത്തിട്ട് ഇതിവിടെ ഇരുന്നോട്ട് ഒരു ഡിസൈനായിട്ട് ഇരുന്നോട്ടെ, നമുക്ക് ഭംഗിയാക്കി എടുക്കാം. അത് വാർണിഷൊക്കെ ചെയ്യുമ്പോൾ രസം ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുകയായിരുന്നു, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് നോക്കുകയായിരുന്നു. ഇവിടെ ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ വെച്ച് നോക്കി. ഇവിടെ ഇത്ര വന്നു, ഒരു മൂന്നാമത്തതും ഇവിടെ ഷേപ്പ് വെച്ച് നോക്കി. ഓക്കെ, അത്രയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതിന് തമ്മിൽ നമ്മളൊരു ചെടി പോലെ കണക്ടിവിറ്റി ആക്കിയിട്ട് ഇവിടെ നമ്മൾ ഒരു ഇത്ര, അപ്പോൾ ഏകദേശം ഈ ഒരു സ്പേസ് വരെ നമുക്ക് മതി. അപ്പോൾ അളവെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ അളവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ചെടികളും പിന്നെ അതിനപ്പുറം ഇപ്പുറം ഓരോ ഇലകളും എന്നുള്ള രീതിയിൽ അതിനുള്ള സ്പേസ് നമുക്ക് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഈ അളവിൽ വെച്ച് നമ്മളെ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ബാക്കി കട്ട് ചെയ്ത പീസ് എടുത്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടേക്കുള്ള ഒരു അളവെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇത് വെച്ചിട്ട് ഒരു റൂളർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവൊന്ന് പെൻസിലുകൊണ്ട് വരച്ചെടുക്കാം. ഓക്കെ, ആ ലെങ്ത്ത് കറക്റ്റ് ആക്കിയിട്ട് പെൻസിലുകൊണ്ടൊന്ന് വരച്ച് സ്ട്രൈറ്റ് ആക്കിയിട്ട് എന്നിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ അളവെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനെ ഈ സംഭവത്തിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആക്സോ ബ്ലേഡ് കൊണ്ട് ഇതിനെ ഒന്ന് പീസാക്കി കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പീസ് കട്ട് ചെയ്ത് പീസാക്കിയതിന് ശേഷം നമുക്കത് കാണാം. ഓക്കെ, ഈ പീസ് ഞാനിപ്പം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് പ്ലെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചിപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിനുസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് വേണ്ട. ഇപ്പം ഇനി ഹോൾസൊന്നും നമുക്കൊരു വിഷയമല്ല, നല്ലൊരു ഡിസൈനായിട്ട് കിടക്കും. ഓക്കെ, നമുക്ക് വേണ്ടത് ഇനി ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പൂക്കളുടെ ഒരു ഡിസൈൻ പോലെ വെച്ചിട്ട് അതൊന്ന് അവിടെ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കാം എങ്ങനെയാണ്. ഇതിൻ്റെ സോഡ മൂടി എടുത്തിട്ട് നമ്മളിവിടെ ഇപ്പം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് പൂക്കൾ വരേണ്ടത്. എന്നിട്ട് ഒരു ഫോൾഡായിട്ടാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനെടുത്ത് മാറ്റി ഈ ഒരു പൊസിഷൻ ഓക്കെ ആണെങ്കിൽ ഈ ഒരു പൂരിക്കുന്ന പൊസിഷൻ നമ്മൾ ഓക്കെ ആക്കി വെക്കുകയാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇവിടെ ഒരു ഫ്ലവർ ചെയ്യാനല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ പൊസിഷൻ ഓക്കെ ആക്കിയിട്ട് ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വട്ടത്തിലെടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ അങ്ങ് സർക്കിൾ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മൂടി തന്നെ നമ്മളിൽ വെക്കുന്നത്. ഇതിന് വേണമെങ്കിൽ റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ സർക്കിൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റിനും നമുക്കിതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിനെന്ത് ചെയ്യണം, നമുക്ക് ഇവിടേക്ക് സ്ക്രൂ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ അതിന് റൗണ്ട് റെഡിയാക്കി ഇനി നമുക്കിതിനെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണം. ഇതിനെ നമ്മുടെ സോഡാ കുപ്പിയുടെ മൂടിനെ നമുക്കൊന്ന് ബെൻഡ് ചെയ്തെടുക്കാം. അതനുസരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്ലെയർ എന്തെങ്കിലും സാധനം കൈ കൊണ്ട് തന്നെ പറ്റും. ഞാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് പ്ലെയർ കൊണ്ട് തന്നെ കാണിക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ബെൻഡ് ചെയ്യാം. ഇതുപോലെ ഹാഫായിട്ട് ഇതിനിങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാം. കേട്ടോ, എന്നിട്ട് ഒന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ ഇതിങ്ങനെ ഇതുപോലെ ഇരിക്കും ബെൻഡായിട്ട്. അപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും. ഓക്കെ, ഇതുപോലെ ബെൻഡായിട്ടിരിക്കും. അപ്പോൾ ഈ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ഹോൾസ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്ന രീതിയിൽ മാത്രം വെച്ചാൽ മതി. ഇതുപോലെ. അപ്പോൾ ഈ ബെൻഡ് ഇങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഈ ക്യാപ്പ് എടുത്തിട്ട് സോഡ കുപ്പിയുടെ ക്യാപ്പ് എടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ഡിസൈനാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൽ കണക്ക് നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 10 4 6 10 ഗ്യാപ്പാണ് നമുക്ക് ഒരു ഇതിന് വേണ്ടത്. ചിലപ്പോൾ ഒരു ഗ്യാപ്പും കൂടെ എക്സ്ട്രാ വരും. നമ്മളിപ്പോൾ അടുപ്പിച്ച് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുമ്പോഴേക്കും ഒരു ഗ്യാപ്പും കൂടെ നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും. ഓക്കെ, പിന്നെ എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് താഴേക്ക് ഇതിൻ്റെ ഒരു ഇലകൾ പോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് താഴേക്ക് ഒരു 3 ഫ്ലവേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഡിസൈനിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്കിത് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഫ്ലവർ ആക്കിയിട്ട് വെച്ച് നോക്കാം. എന്നിട്ടാണ് നമുക്ക് ആ ഡിസൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ വെക്കുന്ന ഗ്യാപ്പുകളല്ല കേട്ടോ, കണക്കിൽ നോക്കുമ്പോൾ ഈ വെക്കുന്ന ഗ്യാപ്പുകളല്ല, അതിലും കൂടുതൽ നമുക്ക് വേണം. ഇതിലിപ്പോൾ നമ്മൾ എത്രയാണ് വെച്ചിരിക്കുന്നത്, ഇതിൽ 6 വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് 10 മിനിമം വേണം. വെച്ചാൽ മടക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത ഒരു സെക്ഷൻ കൂടെ ഇവിടെ ഇങ്ങനെ മാറി ഏതെങ്കിലും ഡയറക്ഷൻ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഡയറക്ഷനിൽ തുടങ്ങിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈഡിലും തുടങ്ങാം, ഒന്നും വിഷയമില്ല. അപ്പോൾ ഇപ്പുറത്തേക്ക് നമ്മളൊരു ഫ്ലവർ ഇവിടെ ഒരു ഡിസൈൻ നോക്കുക. അതിൻ്റെ വീതി മാത്രം നോക്കിയാൽ മതി, ഇപ്പുറത്തേക്ക് തള്ളിപ്പോരുത്. അതിനാണ് ഞാൻ ഈ വെച്ച് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഡിസൈൻ കിട്ടി. എന്നിട്ട് നമുക്കിനി ഇത് വെച്ചതിന് ശേഷമാണ് ഇത് വരച്ച് കൊടുക്കേണ്ടത്. അതായത് ഇവിടുന്ന് ഒരു വള്ളി വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഇതിലേക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട് ഇത് മടക്കി വെച്ച് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ സോഡയുടെ ക്യാപ്പ് ഓരോന്നായിട്ട് എടുത്തിട്ട്
നമ്മളിതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതുപോലെ തന്നെ ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചതാണ് ഓൾറെഡി. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മളത് കൂടുതൽ അത് പെയിൻറ്റിങ്ങിനെ പറ്റി പറഞ്ഞ് വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമ്മളെല്ലാ സോഡാടും മൂടിയെടുത്തിട്ട് 2 കോട്ട് വീതം അടിച്ചു കൊടുക്കുക. ഒരു കോട്ട് അടിച്ച് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഞാനിത് കാണിക്കാൻ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ 2 കോട്ട് അടിച്ച് കൊടുക്കുക. ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ കണ്ടോ പോയിരിക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ കുറച്ചുകൂടി ഒരു മങ്ങൽ കാണിക്കും, അതിൻ്റെ മര്യാദയ്ക്ക് അവിടെ ടച്ചിങ് വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ കൂടുതൽ അടിഭാഗത്തല്ല, ഈ മേൽഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഈ ഒരു ഭാഗമാണ് നമുക്കവിടെ പുറത്തേക്ക് തള്ളി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിന് നല്ല ഫിനിഷിങ് കൊടുക്കണം. മേൽഭാഗം ഇതാണ് വരിക. ഓക്കെ, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിക്ക് എല്ലായിടത്തും ടച്ചിങ് വന്നിട്ടുണ്ടോ നോക്കണം. അടിഭാഗം എന്തായാലും നമുക്കൊരു വിഷയമല്ല, ഈ ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കാരണം അടിഭാഗം ഇങ്ങനെ മുന്നിലേക്ക് തള്ളി നിൽക്കില്ല. ഇതെല്ലാം നമ്മൾ ഇതുപോലെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഭാഗം ആവണം. ഇനി ബാക്കി നമുക്ക് എന്താ വെച്ചാൽ ഒട്ടിച്ചതിന് ശേഷവും ഒരു ടച്ച് വേണേൽ കൊടുക്കാം. കാരണം ചില ഇതാ കണ്ട ഈ ഇങ്ങനെയുള്ള ഭാഗത്താണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗം കണ്ടോ, ഇവിടെയാണ് മേലെ കാണാൻ നിൽക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ മേലെ കാണില്ല. അതുകൊണ്ട് നമുക്കത് വലിയ വിഷയമില്ല. അടിഭാഗത്ത് ഒട്ടിക്കഴിഞ്ഞാൽ അവിടെ ഈ ഭാഗമൊന്നും വലിയ വിഷയമില്ല, കളർ പോയാലും. ഇവിടെ നമ്മൾ ഇത് നല്ല വൃത്തിയായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ എടുത്ത് കാണിക്കും. ഇനി ബാക്കി നമുക്ക് ഒട്ടിച്ചിട്ടും ഒരു കോട്ടിങ് കൂടെ കൊടുക്കാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളിത് ഇതേപോലെ എടുത്തിട്ട് ഉണങ്ങാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ അതിന് ശേഷം ഈ പലക എടുത്തിട്ട് കണ്ടോ, ഈ പലകയ്ക്ക് ഒരു റെഡ് കളറും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. റെഡ് ഞാൻ എന്ന് വെച്ചാൽ ടെറാക്കോട്ട ഒരു അക്രൈലിക് എടുത്തത്. എന്നിട്ട് ഞാൻ ഒരു തുണി വെച്ചിട്ട് അതിൽ മുക്കിയിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കുക. അതൊന്നും കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് എടുക്കാൻ ഞാൻ. ഇപ്പോൾ ഇത്രയും നമ്മൾ ആ മരത്തിൻ്റെ മേലെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്യും അതിൻ്റെ പുറത്ത്. അപ്പോൾ ഒരു ഷൈനിങ് വരും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം ഒരു വാർണിഷ് അടിക്കാം. ഞാൻ നോക്കിയിട്ട് അത് ചെയ്യുന്നത്. അതിനൊരു വാർണിഷ് കോട്ടിങ് ലാസ്റ്റ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് ചെയ്യുന്നില്ല, എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. അങ്ങനെയാണല്ലോ നമ്മളിത് ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് മുന്നോട്ട് കാണാം കേട്ടോ. നമ്മളിതിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഇവിടെ ഇപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് ഫ്ലവേഴ്സ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഷെൽസ് പോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലീഫ്സ് ഒരു ഷെല്ല് പോലത്തെ ലീഫിൻ്റെ മോഡലാണ് ആക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു മിനറൽ വാട്ടറിൻ്റെ ക്യാപ്പ്. ഇപ്പം ഏത് കളറായാലും കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഒരു റെഡ് കളർ ഒരു കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഗ്രീൻ ഉണ്ടായിരുന്നു, അതിനിപ്പോൾ റെഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അവിടെ വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു സ്പേസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ സൈഡിലേക്കുള്ള സ്പേസ് മാത്രം നോക്കിയാൽ മതി. അത് ബാക്കി എവിടെ ഫ്ലവർ വന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിനനുസരിച്ച് അതാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ 3 ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് ഞാൻ അതിൽ സ്കെയിൽ കൊണ്ട് ഞാൻ അതിപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാൻ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ നടുക്കൂടെ എക്സാക്റ്റ് നടുക്കൂടെ വരണം. പിന്നെ ഈ ആംഗിൾ ഇങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ 1 2 3 4 5 6 7 8 9 എന്ന് കിട്ടും. അപ്പോൾ 10 നമുക്ക് വെക്കേണ്ടത്. ഏകദേശം ഒരു ആംഗിൾ കിട്ടാനാട്ടോ വരച്ചത്. നമുക്ക് അങ്ങനെ എങ്ങനെ ആ ഒരു നേരെ വെക്കാൻ പറ്റും എന്നറിയാം. എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഒരു ഒട്ടിക്കുക. അതിപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രൊസീജിയർ വഴി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇത് ഞാനിങ്ങനെ ഇതിൻ്റെ അറ്റത്ത്, മൂടിയുടെ അറ്റത്ത് ഗ്ലൂ ഗൺ കൊണ്ട് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമുക്കത് അതിലേക്ക് അങ്ങനെ അമർത്തി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ആണി കൊണ്ട് ചെയ്യാം കേട്ടോ. നല്ല പലകയാണ് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ ഈ ആണിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എല്ലാവർക്കും മുള്ളാണി വെച്ചിട്ട് അടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എല്ലാവർക്കും ഈസി എന്നുള്ള ഒരു പ്രൊസീജിയറായിട്ടോ ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിൽ നമുക്ക് ഇതിൻ്റെ മേളിൽ നമുക്ക് ചെറിയ മുള്ളാണി വെച്ചിട്ട് ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. അങ്ങനെ ആയാലും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ താഴെയാണ് കേട്ടോ ഈ ഭാഗം എല്ലാം എടുക്കുന്നത്. ഈ ഭാഗം നമുക്ക് മേളിലാണ് വരേണ്ടത്. ആ ഭാഗം വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യത്തെ ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നുള്ളൊരു കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ബെൻഡ് പോലെ കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നേരെ തന്നെ വെക്കണം. അത് ഓർക്കണം നിങ്ങൾ എപ്പോഴും. ഇത് കണ്ടോ, ഇങ്ങനെ നേരെ വെക്കണം. ചരിഞ്ഞു പോവോ അല്ലെങ്കിൽ ആംഗിൾ മാറിപ്പോകരുത്. അതിനാണ് ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഇങ്ങോട്ട് ഇത് അടുപ്പിച്ച് ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ. അതായത് ഇതിങ്ങനെ ഒരെണ്ണം വെച്ചാൽ ഒരെണ്ണം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അത് വെക്കുമ്പോൾ രണ്ടാമത്തത് ഇങ്ങനെ ചേർത്ത് വെക്കരുത്. കണ്ടോ, അത് കാണുമ്പോൾ ആ ഭംഗി ഉണ്ടാവില്ല. എല്ലാം സ്ട്രൈറ്റ് ഇത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഈ ഗ്യാപ്പ്, ഈ രണ്ടിൻ്റെ ഇടയിൽ ഈ ഗ്യാപ്പ് ഉണ്ടായാലേ ആ ഫ്ലവർ കാണുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, നമ്മൾ നേരത്തെ അടുത്ത് വെച്ചതും ഇപ്പോൾ വെച്ചതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇതിങ്ങനെ സ്ട്രൈറ്റ് അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വരച്ചത്. കണ്ടോ, ആ വരയിൽ തന്നെ നേരെ വെക്കുന്നില്ല. ബട്ട് 10 നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ കിട്ടണം. ഈ ഒരു ഗ്യാപ്പ് എല്ലാത്തിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കുത്തനെ നിൽക്കുമ്പോൾ. ഞാൻ അതും കൂടെ വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിപ്പോൾ മനസ്സിലായുള്ളവർക്ക് സ്കിപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഭംഗി തന്നെ മാറ്റം വരുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ ഓടിച്ച് കളയാണ്ട് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കാണിക്കാം. ഓക്കെ, പക്ഷേ അവിടെ ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ചില സമയത്ത് ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം മിസ്സാവാക്കത്തിരി വരുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണും. ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് വേരിയേഷൻസ് ആയിരിക്കും നമുക്ക് അതിൻ്റെ ഭംഗിയിൽ തന്നെ മാറ്റം വരുന്നത്. കണ്ടോ, ഈ ഗ്യാപ്പ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ഇതെല്ലാം ഇനി ഞാൻ ഇങ്ങനെ തന്നെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ആംഗിൾ നോക്കിയിട്ട് കറക്റ്റ് ആ ആംഗിളിലേക്ക് ചെയ്തിട്ട്
ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഇൻസൈഡുള്ള റെഡ് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. മേളിൽ നോക്കുമ്പോൾ ഈ റെഡ് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇപ്പോൾ ചരിഞ്ഞ് പോയാലൊന്നും അത് കാണില്ല. മേളിൽ നോക്കുമ്പോൾ കാണില്ല. നമ്മൾ ചുമരിൽ വാൾ ഹാങ്ങിങ് ആയിട്ട് ഇടുന്ന സമയത്ത് കാണില്ല. ഓക്കെ, അപ്പോൾ ഇതിപ്പം ഞാൻ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഈ ഒന്ന് കംപ്ലീറ്റ് ആവുന്നവരെ ഞാൻ ഇങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്യുക ഓരോന്നോരോന്നായിട്ട്. എന്നിട്ട് അടുത്തതിൽ പിന്നെ നമുക്ക് പൂ ആയി കഴിഞ്ഞിട്ടുള്ള കാണിക്കാം. പിന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ചെടികളും വള്ളികളും ആ ഭാഗങ്ങളും മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ ഞാൻ ലീഫിന് വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ലീഫിൽ നമ്മൾ ഗ്രീൻ അടിച്ച് കൊടുക്കുക ചെയ്യുക. ഇത് തന്നെയാണ് ലീഫിനും എടുക്കുന്നത്. സോഡയുടെ മൂടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതേപോലെ തന്നെ എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ഫുള്ള് ഫിനിഷ് ആകുമ്പോൾ കാണുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ചെയ്തൊരു സാധനത്തിൻ്റെ ഒരു വർക്ക് ഫിനിഷിംഗ് ആയി വരുമ്പോൾ കണ്ടില്ല, ആ പൂവായി വരുമ്പോൾ കാണാൻ ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ട്രൈ ചെയ്യാനുള്ളൊരു ഇത് കിട്ടും. കാരണം അത്ര ടഫൊന്നുമില്ല. നമ്മളൊരു ഷോർട്സ് പോലെ ഓടിച്ചിട്ടൊരു സാധനം ചെയ്യുമ്പം ഞാൻ പോലും ചില കേസിൽ വിചാരിച്ചിട്ടുണ്ടോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഉള്ള വീഡിയോസ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ മനസ്സിലാക്കാം. ഇതാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ നമ്മൾ എടുക്കുക. 2 ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിൽ ഒട്ടി നിൽക്കണം. കൂടുതൽ വെക്കുന്നത് നല്ല, കാരണം ഇത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണല്ലോ. കുറേ കാലം ഈട് നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊന്നും അത്ര ഇതായിട്ടില്ല, വൈറ്റ്. നമുക്ക് ഒരു കോട്ടിങ് കൂടെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ തന്നെ ഭംഗിയുണ്ട്. ഒരു കോട്ടിങ് കൂടെ നമുക്കിതിൽ കൊടുത്തിടാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്. ഇതിൽ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. ഈ ഹോൾസ് അങ്ങനെ തന്നെ വെക്കുക. വേണമെങ്കിൽ നമുക്കൊരു വാർണിഷ് കോട്ടിങ് അടിച്ചു കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ആ വീഡിയോ എടുക്കുന്ന ഉണങ്ങാനുള്ള ടൈം നമുക്ക് വേസ്റ്റ് ആകുന്നതുകൊണ്ട് ഞാൻ വാർണിഷൊന്നും ഇപ്പോൾ അടിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു റെഡ് ഒരു കോട്ടിങ് പോലെ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതിൽ നമുക്ക് വാർണിഷ് അടിച്ചിട്ട് നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യാം. നല്ലൊരു വോൾ ഡെക്കറായിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഞാൻ കാണിക്കാൻ എന്താണ്. അപ്പോൾ നമ്മളിതാ കംപ്ലീറ്റ് ഈ ഫ്ലവേഴ്സിൻ്റെ ഭാഗമൊക്കെ കംപ്ലീറ്റ്. ഇപ്പോൾ ഞാൻ കുറച്ച് ലീവ്സ് വരച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ ഒരു വള്ളി പോലെ കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒരു വള്ളി കണ്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഒരു ലീഫ് വെക്കേണ്ട ഭാഗത്തിന്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളിൽ ലീഫ് പോലെ വെക്കുക. ഇതുപോലെ ഇവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇതിന് ഗ്രീൻ കളർ കൊടുക്കണം. ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ വൈറ്റ് ഇത് കൊടുത്ത് അങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണ് നമുക്കിനി ഇതിലിങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. ഇങ്ങനെ ലീഫ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരു 3 ലീഫും കൂടി ഇങ്ങനെ കൊടുക്കാം. ഒരു തളിരും അതിൻ്റെ കൂട്ടത്തിൽ 3 ലീഫ് എന്നുള്ള കണ്ടോ ഇതിങ്ങനെ. പിന്നെ ബാക്കിയുള്ള 2 ഇതും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ലീഫും കൂടെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കാം. കാണുന്നതിൻ്റെ എങ്ങനെയുണ്ട് അതിൻ്റെ ഭംഗി എന്നനുസരിച്ചാണ് നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് അതിൽ വരുത്താം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇത് ഒട്ടിച്ചില്ല. ഇനിയിപ്പം നമ്മൾ ലീഫ് ചെയ്യണം. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലീഫിൻ്റെ ആ സംഭവം മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഞാനൊരു ഇപ്പോൾ നേരത്തെ ഒരു ക്രാഫ്റ്റിന് വേണ്ടി എടുത്ത വയർ വേസ്റ്റായിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മൾ അതിന് വയർ പുറത്തേക്ക് എടുത്തതാണ്. ഒരു ലാൻഡ് കേബിൾ ഉണ്ടായിരുന്നു പഴയത്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് അവിടെ ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. ആ ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഗ്രീൻ ടൈപ്പ് മേടിക്കാൻ കിട്ടും നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ. 10 രൂപയാണ് വരുന്നത്. അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇതിൻ്റെ ചുറ്റും ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ചുറ്റുക. ഇതിനെ അടുപ്പിച്ച് ചുറ്റി കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ തേക്കാം. പക്ഷേ ഓൾറെഡി ഇതിന് ചെറിയ ഗമ്മുള്ളതുകൊണ്ട് ഫെവിക്കോൾ തേക്കണമെന്നില്ല. തേച്ചാൽ നല്ലതാണ്, കുറച്ചുകൂടി സ്റ്റിക്കായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ആക്കിയതിന് ശേഷം ആണ് നമുക്ക് ബാക്കി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിത് ചുറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചുറ്റി കഴിഞ്ഞിട്ട് അത് നമുക്ക് എടുത്ത് കാണിക്കേണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് അതിൽ ചുറ്റി എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിവിടെ വെച്ച് നോക്കാം. ഞാൻ ഫുൾ വയർ ആദ്യം ചുറ്റിയതാണ്. അപ്പോൾ ഇവിടെ വരെ നമുക്ക് വെക്കുമ്പോൾ ഇവിടെ അളവ് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇവിടുന്ന് അതിനെ മുറിച്ചെടുക്കാം. ഈ അളവെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് അതിനെ മുറിക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മുറിച്ചെടുത്ത സാധനം ഇപ്പോൾ കറക്റ്റ് കണ്ടോ, നമുക്ക് വളവൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളിവിടെ വെച്ചിട്ട് ഗ്ലൂ ഗൺ കൊണ്ട് നമ്മളിതിവിടെ ഒട്ടിച്ചെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുള്ളാണി വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് മുള്ളാണി വെച്ചിട്ടും ഇവിടെ ഇങ്ങനെ ആണി അടിച്ചു കൊടുക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് ആണിയിട്ട് അടിച്ചാലും മതി, കാണില്ല പുറത്തേക്ക്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സൗകര്യം എന്നുള്ള രീതിയിൽ, എല്ലാവർക്കും സൗകര്യം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഗ്ലൂ. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു ലെയർ ഗ്ലൂ ഇവിടെ ഇങ്ങനെ നമുക്ക് തിരങ്ങനായിട്ട് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ മതി, വളരെ മൈന്യൂട്ടായിട്ടുള്ള വെയിൽ ഇതുപോലെ. ഇനിയിപ്പം വയറില്ലെങ്കിൽ ഇത് ഈ ഗ്ലൂവിൻ്റെ ഇങ്ങനെ വെച്ചാലും മതി കേട്ടോ. കുറച്ച് തടിയിൽ ഇത് ഞാൻ ഇപ്പം നേരിയതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് തടിയിൽ നമുക്ക് ഇതുപോലെ തടിപ്പിൽ ഇതുപോലെ ഗ്ലൂ ഗൺ ഇട്ടാലും മതി. ഇങ്ങനത്തെ വയർ ചെയ്തില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, അതും നന്നായിട്ട് ഇരുന്നോളൂ ഇതുപോലെ. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇതിലേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ കുറച്ചൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. ഗ്ലൂ ഒന്ന് സെറ്റാവുന്ന വരെ നമ്മളൊന്ന് അമർത്തി കൊടുക്കണം, എന്നാലേ അത് അവിടെ ഇരിക്കുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. അതിപ്പം ഫെവിക്കോൾ ആയാലും ഫെവിക്കോൾ ആദ്യം ഒരു ലെയർ മറ്റേ ഞെക്കി എടുക്കുന്ന ടൈപ്പ് ഫെവിക്കോൾ ഒരു ലെയർ തേച്ചിട്ട് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഗ്ലൂ ഇരിക്കുന്നില്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഫെവിക്കോളിനേക്കാളും പെട്ടെന്ന് തന്നെ ഒട്ടുന്നതായതുകൊണ്ട് ഗ്ലൂ ആയതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി ഇത് ലീഫ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കൊരു ബഡും കൂടെ ചെയ്യണം, ഇതിന് മുട്ട് പോലെ ആക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വേസ്റ്റ് പേപ്പർ ബോൾ പോലെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഓക്കെ, ഇതുപോലെ ഒരു ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ ഞാനിതൊരു ബഡ്സ് നമ്മുടെ ഇയർ ബഡ്സ് ഇല്ലേ, ഹെഡ്സെറ്റിന് വന്നൊരു വേസ്റ്റ് ആയിട്ട് കിടക്കുന്നൊരു പ്ലാസ്റ്റിക് കവർ നമുക്കുണ്ടാവില്ല, വെള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഉണ്ട പോലെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടോ, പ്ലാസ്റ്റിക് കവറിന് ഒരു സൈഡായിരിക്കും, അതിനെടുത്തിട്ട് നമുക്കിങ്ങനെ ചുരുട്ടാം. ഇങ്ങനെ നമ്മളിതിനെ നമ്മൾ ചുരുട്ടി കൊടുക്കുക.
ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മളൊരു നൂല് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ചുറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ ഗ്രീൻ ടേപ്പ് എടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ട പോലത്തെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് ആയാലും കുഴപ്പമില്ല, ഒരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് അവിടെ കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഗ്രീൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ ഗ്രീൻ കളർ അടിച്ച് കൊടുക്കാമല്ലോ. ഇതുപോലെ ഗ്രീൻ ടേപ്പ് ഞാനിപ്പോൾ ഇവിടെ അടുപ്പിച്ച് നല്ല അടുപ്പിച്ച് ചുറ്റിക്കോ. കുറച്ചിങ്ങനെ പിരിച്ചാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ചുറ്റുക. കാരണം അവിടെ നമുക്ക് കുറച്ച് സ്ട്രെങ്ത് ആവശ്യമുണ്ട് ഈ പ്ലാസ്റ്റിക് കവർ അതിന് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിക്ക് അതേപടി തന്നെ നമ്മളിതിനെ പിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടയായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിലേക്ക് ഒട്ടിക്കാനുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഈ ബാക്കി വന്ന ഭാഗം ഒരു കത്രി കൊണ്ട് നമുക്ക് അതിനെ മുറിച്ച് ഇതുപോലെ ഒരു ബഡാക്കി എടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ചെറുങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഈ വരുന്ന സ്ഥലം അതെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബഡ് പോലെ വെച്ച് കൊടുക്കാം. ഈ ഇലയുടെ ഇടയിൽ ഇങ്ങനെ ബഡ് പോലെ ഒരു ബഡ് ഇരിക്കുന്ന പോലെ അതിനെങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബഡ് ഇതുപോലെ ഉണ്ടാക്കി കണ്ടോ. നമ്മൾ നേരത്തെ ടേപ്പ് എടുത്തിട്ട് ചുറ്റി വെച്ചത് അതിന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഒട്ടീൻ്റെ ലാസ്റ്റ് ഭാഗം നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അവിടെ ആകുമ്പോൾ ടൈറ്റായിട്ട് ഇരുന്നോളൂ. അവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ഗ്രീന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഇതിപ്പോൾ ഗ്രീൻ അടിച്ചിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ് ഒരു മൂടി എങ്ങനെയാണ് അവിടെ ലീഫ് പോലെ വെക്കുന്നത്. കണ്ടോ, ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കണം, എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ചെറിയ ഒറ്റ ലീഫ് മതി അവിടെ, ഒരു ബഡും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ ബഡും കൂടെ ഉണ്ടാക്കിയിട്ട് അതിനും കൂടെ ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ട് അവിടെയും കൂടെ ഞാൻ ഫിക്സ് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. ലീഫിൻ്റെ ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളിത് ഇതുവരെ ആക്കി വെച്ചിട്ടുണ്ട്, ഇതുവരെ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കിങ്ങനെ ഇതുപോലെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ കളർ കൊടുക്കുക ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കളർ കൊടുത്തിട്ട് ഒട്ടിച്ചത്, പക്ഷേ ഇവിടെ സമയത്തിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഗ്രീൻ കളർ നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് ഗ്രീൻ എടുത്തിട്ട് കട്ടിക്ക് തന്നെ കൊടുക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ അധികം വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ ഷെയ്ഡ് കിട്ടില്ല. അപ്പോൾ കണ്ടോ, ഞാൻ ഇതുപോലെ ഗ്രീനിനെ ഫുള്ള് ടച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഗ്രീനും നമുക്ക് ഈ മേളിൽ കാണുന്ന ഭാഗത്ത്, പിന്നെ ഇതിൻ്റെ ഇൻസൈഡിൽ വൈറ്റും കൊടുക്കണം. അതൊന്നും ഞാൻ കാണിച്ചിനി എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കെല്ലാം അറിയാം കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അറിയില്ല എത്ര ലെങ്ത്താണ് വരുന്നതെന്ന്. അപ്പോൾ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീഡിയോസിൻ്റെ ആർക്കും കാണാനുള്ളൊരു താല്പര്യം പിന്നെ കാണില്ല. അപ്പോൾ ഇത്രയും ആക്കിയിട്ടുണ്ട് നമ്മളെല്ലാം കൂടെ ചെയ്ത് ഒട്ടിച്ച്. എല്ലാം വേസ്റ്റ് ഐറ്റംസ് ആണ്. ഒരു ബഡ്സ് ആയിട്ട് നമ്മളിവിടെ ഞാൻ നേരത്തെ ഇട്ട ബഡും അതിൻ്റെ കൂടെ സിംഗിൾ ലീഫ് ആയത്, ബഡിൻ്റെ കൂടെയുള്ള സിംഗിൾ ലീഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഇവിടെയൊക്കെ ടച്ച് ചെയ്യേണ്ട എല്ലാം ടച്ച് ചെയ്ത് ഇവിടെ ഗ്രീനായിട്ട് ഡാർക്ക് ഗ്രീൻ കൊടുക്കുന്നിടത്തൊക്കെ നമുക്ക് ഇതിനെ വെച്ചിട്ട് ടച്ച് ചെയ്യാം. പിന്നെ ഇതിനെ ഒന്നും കൂടി ഒന്ന് വൈറ്റ് ഒരു കോട്ടും കൂടെ വൈറ്റ് കൊടുക്കും, എന്നാലും കുറച്ചുകൂടി എടുത്ത് കാണിക്കും. ഇപ്പോൾ അത് എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ ഇനി വേണമെങ്കിൽ ഒരു വാർണിഷ് ചെയ്യാനുണ്ട്, അതും കൂടെ നോക്കിയിട്ട് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം വാർണിഷ് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി നമുക്ക് എപ്പോഴും ഒരു വാർണിഷ് കൊണ്ട് എടുക്കുന്നതല്ല, കാലകാലം നിലനിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാം. ഞാനിവിടെ എല്ലാം അതിൻ്റെ പെയിൻറ്റിങ്ങും ടച്ചിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. 2 മൊട്ടുകൾ ഇല തളിരില പോലെയാക്കി ഇതിന് എല്ലാം ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഒരു വെള്ള ഡോട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലായി. ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സെറ്റിലാക്കിയിട്ടുണ്ട്, റെഡ് കൊടുത്തിട്ടുണ്ട്. ഈ റെഡിൻ്റെ അടിയിൽ നമുക്കൊരു 3-4 കുത്തുകൾ ജസ്റ്റ് ഒരു ബഡ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് കൊണ്ടോ ജസ്റ്റ് ഒരു ഡോട്ട് കൊടുക്കുക. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല ക്ലിക്കായി. ഓക്കെ, ഇത് നമുക്ക് ഒരു വോൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഈ ലെവലായാലും കുഴപ്പമില്ല, ഡോട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഡോട്ട് കൊടുത്താൽ അതിന് കുറച്ചുകൂടി ഒരു ഭംഗി വരുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജായി. ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക. ഞാൻ അതിന് വിശദീകരിച്ച് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അതിൽ കൊടുത്തത്. അതുകൊണ്ടാണ് വീഡിയോ എപ്പോഴും കുറച്ച് ലെങ്തി വീഡിയോ ആവുന്നത്. കാരണം ഓരോ ഏരിയയിൽ എങ്ങനെ ചെയ്യുന്നത് ഞാൻ അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും വെറൈറ്റീസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. അതുപോലുള്ള ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ക്രാഫ്റ്റ് ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് വിശദീകരിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.